അപ്പോൾ യഥാർത്ഥത്തിൽ ഈ SIT നേർവഴിക്ക് പോകാനുള്ള പിന്നെ വിധിന്യായം പുറപ്പെടുവിച്ച ബദറുദ്ദീനാണ്. ആ ബദറുദ്ദീനെ നിങ്ങൾ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത്? അതിനുള്ള അവകാശം നിങ്ങൾക്കാരാ തന്നിട്ടുള്ളത്? ചീഫ് ജസ്റ്റിസ് തന്നിട്ടുണ്ടോ വേറൊരു ബെഞ്ചിലെ ജഡ്ജിയെ പരിഹസിക്കാൻ? ഹൈക്കോടതിയിൽ നിങ്ങൾ മാത്രമാണ് ന്യായാധിപന്മാർ? രാജാ വിജയരാഘവനും KV ജയകുമാറും മാത്രമാണ് ന്യായാധിപന്മാർ. ബദറുദ്ദീൻ ന്യായാധിപനല്ലേ? അതുകൊണ്ട് അവർ പറഞ്ഞാൽ ജനങ്ങളായിട്ടുള്ള ഞങ്ങളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നൊക്കെ ന്യായാധിപന്മാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല. പരമദയനീയമാണ് എന്ന് പറയട്ടെ. കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് 150% ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു, അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് സർവശക്തി ഉപയോഗിച്ച് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയും. ഉന്നത ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോ? കുറ്റപത്രം കൊടുത്തോ? മുഴുവൻ പ്രതികളും പുറത്തുപോയി. ഞാൻ ചോദിക്കുന്നത് ഈ ന്യായാധിപന്മാർക്ക് ഉളുപ്പുണ്ടോന്നാണ് എൻ്റെ ചോദ്യം. നമസ്കാരം. കേരളത്തിൽ നടന്ന ഒരു വമ്പൻ കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള കോളിളക്കമൊക്കെ ഉണ്ടായി. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു, അറസ്റ്റുകൾ ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇതിനൊരു ഒരു തീരുമാനമുണ്ടാകും, ഇതിനൊരു പരിഹാരമുണ്ടാകും, യഥാർത്ഥ പ്രതികളെല്ലാം അറസ്റ്റിലാകും എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു പ്രതീക്ഷ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും അങ്ങനെ ആ ഒരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ശബരിമല സ്വർണ്ണ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരുന്നു. അപ്പോഴും നമ്മൾ ആദ്യമൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത് DNA ന്യൂസിലാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് അടിമുതൽ മുടി വരെ അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടുകളും ഇടക്കാല വിധികളും ഒക്കെ പഠിച്ച് അപഗ്രഥിച്ച് പറഞ്ഞത് ശ്രീ അഡ്വക്കേറ്റ് KM ഷാജഹാനാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ അന്നൊക്കെ ദേവസ്വം ബെഞ്ചിനെ അഭിനന്ദിക്കുകയാണ് ശ്രീ ഷാജഹാൻ സാർ ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ പ്രതികളെല്ലാവരും പുറത്തിറങ്ങിയിട്ടും പോറ്റി, അതായത് തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാനായി SIT ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇന്നലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് SITയെ അനുമോദിക്കുകയാണ് ചെയ്തത്, അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അവർ രാജ്യത്തെ തന്നെ മികച്ച കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് അവരെ സംശയ ദൃഷ്ടിയിൽ കാണേണ്ടതില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ വിജിലൻസ് കോടതി അങ്ങനെ പല പരാമർശങ്ങളും നടത്തും, അതൊന്നും കണക്കിലെടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, അതായത് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് പറഞ്ഞത്. ഇവരെക്കുറിച്ച് മാത്രം നമ്മളൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റി, ഇടപെടലുകളെ പറ്റിയൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കോടതി ലക്ഷ്യമാകുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10-200 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കും. ആ ഇൻ്റർവ്യൂകളിൽ നമ്മളെടുത്ത് നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ഇൻ്റർവ്യൂകളെങ്കിലും ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 2-3 ഡസൻ ഇൻ്റർവ്യൂകളെങ്കിലും ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വിധികൾ വരുന്ന സമയത്ത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഓരോ വിധി പ്രഖ്യാപിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12, 13, 14ാമത്തെ ഒരു ഇടക്കാല ഉത്തരവ് ഇപ്പോൾ വരുന്നു. ഓരോ ഇടക്കാല ഉത്തരവ് വരുമ്പോഴും നമ്മൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്യും. ആദ്യമൊക്കെ പിന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഹൈക്കോടതിയിലേക്കുള്ള വിശ്വാസമൊക്കെ വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണവുമായി രംഗത്ത് വരും. സ്വാഭാവികമായി എനിക്കൊക്കെ വലിയ പ്രതീക്ഷ അതിലുണ്ടായിരുന്നു. കാരണം ഒന്ന് എന്ന് പറയുന്നത് ഇത് ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഏതെങ്കിലും പരാതിക്കാർ പോയി എന്തെങ്കിലും ഹർജിയൊക്കെ കൊടുക്കുമ്പോഴാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ദേവസ്വം ബെഞ്ച് ഒരു സുവോമോട്ടോ കേസ്, അവർ സ്വമേധയാ തന്നെ ഒരു കേസെടുത്തിട്ടാണ് ഈ പെരുങ്കൊള്ള പുറത്തു കൊണ്ടിരുന്നത്. അതിനുശേഷം അവരെടുത്ത ഓരോ നടപടികളും ശബരിമലയിൽ ഇങ്ങനെ ഒരു വലിയ പെരുങ്കൊള്ള നടന്നിരിക്കുന്നു, ആ പെരുങ്കൊള്ള സംബന്ധിച്ച് അതിലാരൊക്കെയാണ് കുറ്റവാളികൾ എന്നുള്ളത് എന്ത് വില കൊടുത്തും എത്ര വലിയവനാണെങ്കിലും, ഞാൻ ആ വാക്കുകളൊക്കെ ഓർക്കുന്നു, ഹയർ എക്സലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞിട്ട് ബിഗ് ഷോട്ട്സ് ബിഗ് ഗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വലിയവനാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പലപ്പോഴും പറഞ്ഞിരുന്നു. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം.
ആ ക്ഷേത്രത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ കൊണ്ട് കൊടുക്കുന്ന പണം കൊള്ളയടിക്കുന്നവർ അവരേറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തായാലും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഒരു ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഒരു കേസിൽ പറഞ്ഞപ്പോൾ ഒരു പൊതുപ്രവർത്തകനും ഒരു അഭിഭാഷകനും എന്നുള്ള നിലയിൽ എനിക്ക് സ്വാഭാവികമായി അതിൽ വലിയ ഒരു വിശ്വാസം ഉണ്ടായതിനകത്ത് തെറ്റ് പറയാൻ പറ്റും. എന്ന് മാത്രമല്ല, പിന്നീട് ഹൈക്കോടതി എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ എന്താ, അവർ ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നു. അവരാദ്യം ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറയുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറയുന്നു. കുഴപ്പമുണ്ടെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കുന്നു. ആ ടീമിനകത്ത് മുകളിൽ മുതൽ താഴെ ഏറ്റവും കീഴ്ത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വരെ അവർ കോടതി നിയോഗിക്കുന്നു. നിയോഗിച്ചതിന് ശേഷം എന്തൊക്കെ കുറ്റങ്ങളാണ് കുഴപ്പങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായി അവരുടെ മുന്നിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനകത്ത് ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. 9 ഗൂഢാലോചനകളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. 2025 സെപ്റ്റംബറിൽ നടന്ന ക്രമക്കേടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് നീതി ലഭിക്കും എന്നും ശബരിമല എന്ന് പറഞ്ഞ ഹിന്ദു മതവിശ്വാസികളുടെ ഏറ്റവും വലിയ മഹാക്ഷേത്രത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തിയവർ അവർ പിടിക്കപ്പെടും എന്നുമുള്ള ഒരു വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ അഭിഭാഷകൻ എന്നുള്ളതിൽ എനിക്ക് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും ഹൈക്കോടതിയിൽ നിന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് സുമേഷ് ഉൾപ്പെടെ പറഞ്ഞപ്പോഴും അതിനെ ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പരമദയനീയമാണ് എന്ന് പറയട്ടെ. കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് 150% ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു, അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് സർവശക്തി ഉപയോഗിച്ച് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയില്ല. അല്ല, അങ്ങനെ ഒരു തകർന്ന് തരിപ്പണമായി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും, പക്ഷേ അത് ഒരു സാധാരണക്കാരൻ്റെ യുക്തിക്ക് പോലും ഇത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ, അതായത് കോടതി ഉൾപ്പെടെ സർക്കാരുമായി ചേർന്ന് നടത്തിയ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുമായി ചേർന്ന് നടത്തിയ ഒരു നാടകത്തിന്റെ പരിസമാപ്തിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ, നമ്മളായിട്ടത് പറയുന്നില്ല, പൊതുജനങ്ങൾ ഇതൊരു വില കുറഞ്ഞ ഒരു നാടകമല്ല, വില കുറഞ്ഞ ഒരു പൊറാട്ട് നാടകമായിരുന്നോ കേരള ഹൈക്കോടതി ഈ നടത്തിയത് എന്ന് പൊതുജനങ്ങൾ ചിന്തിച്ചാൽ, ഞാൻ പറയുന്നില്ല, പൊതുജനങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ അതിന് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് ഞാൻ വളരെ വിശദമായി തന്നെ ഞാനിവിടെ പറയാം. ഇത്തിരി സമയം എടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റോ സെപ്റ്റംബറിലോ മറ്റാണ് കോടതി ഇതിനകത്ത് ഇടപെടുന്നത്. ഇന്നിപ്പോൾ 6 മാസം, ഫെബ്രുവരിയോടെ കഴിയുമ്പോൾ 6 മാസം കഴിയാം. ഈ 6 മാസത്തിനിടയിൽ 12 or 13 ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ഈ ഇടക്കാല ഉത്തരവുകളുടെയൊക്കെ ഭാഗമായി തങ്ങൾ SIT രൂപീകരിച്ചിരിക്കുന്നു, അതിൽ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചിരിക്കുന്നു, അതിലങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളിത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയൂ എന്ന് ഈ ദേവസ്വം ബെഞ്ചാണ് നമ്മളോട് പറഞ്ഞത്. ദേവസ്വം ബെഞ്ചാണ് ഓരോ ഇതിലും പറഞ്ഞത്, ഞങ്ങളതിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റു ചെയ്യും, മറിച്ച് ചെയ്യും എന്നൊക്കെയാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. എന്നിട്ട് ഈ ദേവസ്വം ബെഞ്ച് എന്താണ് ദേവസ്വം ബെഞ്ച് ചെയ്തത്? ദേവസ്വം ബെഞ്ച് ഉളുപ്പില്ലാതെ ഇപ്പോഴും വന്ന് ഞങ്ങൾക്ക് തൃപ്തിയുണ്ടെന്ന് പറയുമ്പോൾ SIT എന്ന് പറഞ്ഞ ഈ സംവിധാനത്തിൽ തൃപ്തിയും അവരുടെ പ്രവർത്തനത്തിൽ വിശ്വാസവുമുള്ള കേരളത്തിൽ 2 പേരെ കാണുള്ളൂ എനിക്ക് തോന്നുന്നു. 2 പേര്. അത് ഒന്ന് ദേവസ്വം ബെഞ്ചിലെ ആദ്യ ജഡ്ജായിട്ടുള്ള രാജാ വിജയരാഘവനും, 2 ദേവസ്വം ബെഞ്ചിലെ 2ാമത്തെ ജഡ്ജായിട്ടുള്ള KV ജയകുമാർ. അവരൊഴിച്ചൊരാൾക്ക് പോലും ഈ SITയുടെ പ്രവർത്തനത്തിൽ തൃപ്തി ഉണ്ടാവില്ല. ഈ 2 ന്യായാധിപന്മാരൊഴിച്ച് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം SIT എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു കോടാലിക്കൈയായിരുന്നു എന്നാണ് ബാക്കിയുള്ള 98% ആളുകൾ, 98 പേരും വിചാരിക്കുന്നത്. ഈ 2 പേരാണ് ഇപ്പോഴും ഇതിൽ വിശ്വാസമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇവരിൽ വിശ്വാസമുണ്ടെന്ന് ന്യായാധിപന്മാർ പറഞ്ഞാലൊന്നും ജനങ്ങൾ വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ന്യായാധിപന്മാർക്ക് കൊമ്പൊന്നുമില്ലല്ലോ. ന്യായാധിപന്മാരാണല്ലോ പറഞ്ഞത് ഇതെല്ലാം കണ്ടുപിടിക്കുന്നു. എന്ത് കണ്ടുപിടിച്ചു ന്യായാധിപന്മാരെ? ഈ രാജാ വിജയരാഘവനും ഈ KV ജയകുമാറും മറുപടി പറയണം. ഇപ്പോഴും തങ്ങൾക്ക് വിശ്വാസമുണ്ട്, സമയം കൊടുക്കുന്നല്ലേ പറയുന്നത്.
സമയം കൊടുക്കുകയല്ലേ എത്ര തവണ കൊടുത്തു? 4 തവണയോ 5 തവണയോ? 3 തവണ 6 ആഴ്ച വെച്ച് നീട്ടിക്കൊടുത്തു. ഈ രാജാ വിജയരാഘവനും കെ വി ജയകുമാറും പറയേണ്ട കാര്യം തന്നെ ന്യായാധിപന്മാർ പറയും എന്ത് ചെയ്തു SIT? മറുപടി പറയണ്ടേ ന്യായാധിപന്മാർക്ക്? കാരണം ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാൽ അപ്രമാദത്തുള്ള ഒരു ഇങ്ങനെ ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നവരൊന്നും അല്ലല്ലോ. അവർ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന, നിയമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്ന, എൻ്റെ നിങ്ങളുടെയൊക്കെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്നവരാണ് ന്യായാധിപന്മാർ. അല്ലാതെ ന്യായാധിപന്മാർക്ക് അപ്രമാദിത്വമൊന്നുമില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻഫാലിബിലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞാൽ ജനങ്ങളായിട്ടുള്ള ഞങ്ങളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നൊക്കെ ന്യായാധിപന്മാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല. ന്യായാധിപന്മാർ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കും. വിശ്വസിക്കുന്നത് എങ്ങനെയാ? ന്യായാധിപന്മാരെന്ന് പറഞ്ഞാൽ വിശുദ്ധരൊന്നുമല്ലല്ലോ. അവർ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരല്ലേ. ആ ന്യായാധിപന്മാർ വന്ന് ഒരു ദിവസം പറയുകയാണ് ഞങ്ങളിതെല്ലാം കണ്ടുപിടിക്കും, ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് വിശ്വസിക്കണം. ഒരു ദിവസം വന്നിട്ട് അവർ പറയും ഇവർക്ക് ഇച്ചിരി സമയം കൊടുക്കും, അത് വിശ്വസിക്കും. അങ്ങനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ന്യായാധിപന്മാരെ ഞങ്ങൾ വിശ്വസിക്കും. ന്യായാധിപന്മാരെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ന്യായാധിപന്മാർ പറയുന്ന കാര്യങ്ങൾ ശരിയും വസ്തുനിഷ്ഠവും അർത്ഥസമ്പൂർണവുമായിരിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പം SITയെ വിശ്വസിക്കണം എന്ന് ന്യായാധിപൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായാധിപന്മാർ അത് പറയുന്നത്? അല്ല, സ്വാഭാവിക അത് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് ചെയ്തു SIT? എന്ത് ചെയ്തു? സ്വർണം പുറത്തു പോയത് കണ്ടുപിടിച്ചോ? തിരിച്ചു കൊണ്ടുവന്നോ? സ്വർണം പോയത് സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അതിനെ പരീക്ഷണം നടത്താൻ പോയി, പരീക്ഷണം നടത്തിയോ? ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പ്രതികളെ പോലും അറസ്റ്റ് ചെയ്തോ? അവരെ ചോദ്യം ചെയ്തോ? ഉന്നത ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോ? കുറ്റപത്രം കൊടുത്തോ? മുഴുവൻ പ്രതികളും പുറത്തുപോയി. ഞാൻ ചോദിക്കുന്നത് ഈ ന്യായാധിപന്മാർക്ക് ഉളുപ്പുണ്ടോന്നാണ് എൻ്റെ ചോദ്യം. അവർ പറയുകയാണ് SITയെ വിശ്വസിക്കണമെന്ന്. എങ്ങനെയാണ് SITയെ വിശ്വസിക്കുന്നത്? മുഴുവൻ പ്രതികളും പുറത്തു പോയില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ N വാസു മുതൽ പത്മകുമാർ മുതൽ എല്ലാ പ്രതികളും പുറത്തു പോയില്ലേ? ഇനി ഏത് പ്രതിയാണ് പുറത്തു പോകാനുള്ളത്? അപ്പോൾ ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ചെയ്യാത്ത SITയെ വിശ്വസിക്കണം എന്ന് ന്യായാധിപന്മാർ പറഞ്ഞാൽ സൗകര്യമില്ല, വിശ്വസിക്കാൻ സൗകര്യമില്ല. ഇത് വ്യക്തിപരമായിട്ടൊന്നും ന്യായാധിപന്മാരെടുക്കണ്ട. കാരണം ന്യായാധിപന്മാരാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കും. ഞങ്ങളത് വിശ്വസിച്ചു. ഞങ്ങളത് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇരുന്നൊരു 19 വീഡിയോകൾ ചെയ്തു ന്യായാധിപന്മാരെ. അത് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടാണ്, നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ആ വീഡിയോകൾ ചെയ്തത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എല്ലാവരും അവനവൻ്റെ വഴിക്ക് പോയി. നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ വൻതോക്കുകൾ കൊണ്ട് അവരെ പിടിക്കണമെന്ന്. പിടിച്ചോ? പിടിക്കാതിരുന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്നിട്ട് പറയുകയാണ് പിന്നെ എന്താ പറയുന്നത്? അത് ഹൈക്കോടതിയുടെ വേറൊരു ബെഞ്ച് ഇങ്ങനെ വിമർശിച്ചതൊന്നും കാര്യമായി എടുക്കണം. അങ്ങനെയാണോ ന്യായാധിപന്മാരെ പറയേണ്ടത്? ഹൈക്കോടതിയിലെ എല്ലാ ബെഞ്ചിനും ഒരേ പ്രാധാന്യമല്ലേ ഉള്ളത്? ഹൈക്കോടതിയിൽ നിങ്ങൾ മാത്രമാണ് ന്യായാധിപന്മാർ? രാജാ വിജയരാഘവനും കെ വി ജയകുമാറും മാത്രമാണ് ന്യായാധിപന്മാർ? ബദറുദ്ദീൻ ന്യായാധിപനല്ലേ? എല്ലാ ന്യായാധിപന്മാർക്കും ഭരണഘടനാപരമായിട്ട് ഒരേ സ്ഥാനമല്ലേ ഉള്ളത്? അപ്പോൾ ഒരു ബെഞ്ച് വന്നിട്ട് പറയുകയാണ് വേറൊരു ബെഞ്ച് പറയുന്ന കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയുന്ന ഏറ്റവും വലിയ വൃത്തികേടല്ലേ? ബദറുദ്ദീൻ എന്ന് പറഞ്ഞ ന്യായാധിപനല്ലേ ഈ SITയുടെ വീഴ്ച എണ്ണി പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ വിശദാംശങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പുറത്തു പോകുന്നില്ല. ആ ബദറുദ്ദീൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ ശക്തിയുക്തമായിട്ടുള്ള നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ പ്രതികൾ പലരും രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു. KP ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? വിജയകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ SIT നേർവഴിക്ക് പോകാനുള്ള വിധിന്യായം പുറപ്പെടുവിച്ച ബദറുദ്ദീനാണ്. ആ ബദറുദ്ദീനെ നിങ്ങൾ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത്? അതിനുള്ള അവകാശം നിങ്ങൾക്കാരാ തന്നിട്ടുള്ളത്? ചീഫ് ജസ്റ്റിസ് തന്നിട്ടുണ്ടോ വേറൊരു ബെഞ്ചിലെ ജഡ്ജിയെ പരിഹസിക്കാൻ? അപ്പം അതുകൊണ്ട് SIT എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിശ്വസിപ്പിക്കണം നിങ്ങൾ. SIT അവിടെയാണ്. അതായത് 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും സ്വാഭാവിക ജാമ്യം സമർപ്പിക്കാത്തത് കൊണ്ട് ജയിൽ മോചിതനാകുമെന്നുള്ള കാര്യം കോടതിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും ഭാഗികമായിട്ടുള്ളൊരു കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടില്ല. അതിന് ശേഷം ഇപ്പോൾ ഈ SITയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കുക എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കോടതി ലക്ഷ്യമായതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഏറ്റവും വലിയ നീതികേടാണ് ഈ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ജനങ്ങളോട് കാണിക്കുന്നത്. യാതൊരു തർക്കവുമില്ല. ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എന്താ ചെയ്യുന്നത്? ഈ അന്വേഷണത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ജഡ്ജിയെ വിമർശിക്കുകയാണ്. ഇതെന്താണ് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?
ഞാൻ ചോദിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു പോയിട്ട് ഇപ്പം ഏതാണ്ട് 3-4 ആഴ്ച കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. ഈ 3-4 ആഴ്ച കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത SITയെ വിമർശിക്കാൻ ദേവസ്വം ബെഞ്ചിന് കഴിയുന്നില്ലെങ്കിൽ ദേവസ്വം ബെഞ്ച് സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും? ഇതൊന്നും വേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല. 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ള കോടതിക്കാണല്ലോ. ആ കോടതിക്ക് ആവശ്യപ്പെടാമല്ലോ ഭാഗികമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ. അതൊന്നും ചെയ്തില്ല. അതൊന്നും ചെയ്യാതെ എല്ലാ പ്രതികളും പോയി. എല്ലാ പ്രതികളും പോയിട്ടും അവർ പോയി ആഴ്ചകൾ കഴിഞ്ഞിട്ടും കോടതി ഇതെന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നെന്ന് ചോദിക്കുക പോലും ചെയ്തില്ല. അത് മാത്രമല്ല, ഇപ്പൊ പുറത്തു വരുന്ന 2 ദിവസം മുമ്പ് പുറത്തു വന്ന കാര്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കടകംപള്ളി സുരേന്ദ്രൻ ഭൂമിയുടെ പഴയിൽ കൊടുക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹത്തിനെ പലരുമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തതും കടകംപള്ളിയാണെന്നുള്ള കാര്യം. ഈ മൊഴി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് കൊടുക്കാതിരുന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ SIT, ഞാൻ അതിലേക്ക് വരാം. അപ്പം എന്നിട്ട് ഇത്രയേറെ വമ്പൻ ഹിമാലയൻ പരാജയമായിട്ടുള്ള SITയുടെ പ്രവർത്തനത്തിൽ ഇപ്പോഴും തങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്ന് ദേവസ്വം ബെഞ്ച് പറയുമ്പോൾ പരിഹാസ്യരാവുകയല്ലേ ദേവസ്വം ബെഞ്ച് ചെയ്യുന്നത്? ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രരാവുകയല്ലേ ദേവസ്വം ബെഞ്ച് ചെയ്യുന്നത്? എന്നിട്ട് പിന്നെ തന്ത്രിയുടെ പിന്നെ എന്താണ് ജാമ്യവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. എനിക്ക് ദേവസ്വം ബെഞ്ചിനോട് കൃത്യമായി ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെട്ട് ദേവസ്വം ബെഞ്ചിലെ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരായിട്ടുള്ള രാജാ വിജയരാമനും KV ജയകുമാറും നൽകേണ്ട മറുപടിയാണ് എനിക്ക് വേണ്ടത്. അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി തോറ്റതിന് ശേഷം 1 ഇഞ്ച് SIT മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടോ? ഈ ന്യായാധിപന്മാരാണ് അതിന് മറുപടി പറയേണ്ടത്. SIT അല്ല മറുപടി പറയേണ്ടത്. കാരണം SITയെ നിയമിച്ചത് ന്യായാധിപന്മാരാണ്. ഈ ന്യായാധിപന്മാരാണ് SITയിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യായാധിപന്മാർ പറയണം, CPM തോറ്റതിന് ശേഷം എന്ത് നടപടിയെടുത്തു ഈ SIT, എന്തൊക്കെ SIT ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ടെലിഫോൺ കോൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു, അവരുടെ ആസ്തി അന്വേഷിക്കുമെന്ന് പറഞ്ഞു, അവരുടെ പണമിടപാട് അന്വേഷിക്കും. എന്ത് പുല്ല് ചെയ്തു SIT? അല്ല, അത് മാത്രമല്ല, ഇതിപ്പോ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചപ്പോഴാണ് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അതായത് തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അഭയ കേസ് പോലെ ഡെമി പരീക്ഷണം നടത്താൻ പറ്റുമെന്നാണ്. അതാണ്. അപ്പൊ ഫലത്തിൽ എന്താ ദേവസ്വം ബെഞ്ച് ചെയ്യുന്നത്? എന്താ ഇപ്പം CBI അന്വേഷണം എന്ന് പറയുന്നതിനകത്തൊന്നും എനിക്കൊന്നും വലിയ വിശ്വാസം എനിക്കുമില്ല. കാരണം ലാവലിന്റെ കേസിന് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? SIT അന്വേഷണം തകർത്തു. SITയുടെ അന്വേഷണം കംപ്ലീറ്റ് തീർന്നു. SIT അന്വേഷണമൊക്കെ ഭരണത്ത് വെച്ചിട്ട് മാസങ്ങളായി. അപ്പൊ SITയുടെ അന്വേഷണം പിന്നെ തകർന്നു, അതിനെ വിമർശിക്കുന്നില്ല, വേറൊരു ഏജൻസിക്ക് കൊടുക്കുന്നില്ല. അപ്പൊ എന്താ ദേവസ്വം ബെഞ്ചിന്റെ ലക്ഷ്യം? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും മനസ്സിലാവുന്നില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രശാന്തിനെ കുറിച്ച് 3.5 മാസങ്ങൾക്ക് മുൻപ് തന്നെ 2.5 പേജോളം ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞു. ഞാനതൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം അതൊക്കെ പറഞ്ഞ് എൻ്റെ തൊണ്ടായി പോയി. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ എണ്ണി ഒന്നും പറയുന്നില്ല. എനിക്ക് ദേവസ്വം ബെഞ്ചിന്റെ ന്യായാധിപനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ SITയിൽ വിശ്വാസം അർപ്പിക്കുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ പറയൂ. നിങ്ങൾ ഓരോ വിധിന്യായത്തിനകത്തും ഞങ്ങൾക്ക് SITയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നതല്ലാതെ ജനങ്ങളോട് പറ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ SITയിൽ തൃപ്തി രേഖപ്പെടുന്നു, SITക്ക് സമയം കൊടുക്കുന്നു. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് SITയിൽ ഞങ്ങളൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഇതിനകത്തുള്ള വലിയ പ്രശ്നം എന്താ ന്യായാധിപന്മാർ മനസ്സിലാവാത്ത? നിങ്ങളല്ലേ ഈ പെരുങ്കുള്ള പുറത്തു കൊണ്ടുവന്നത്? നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് പിന്നെ അവിടെ എത്ര കോടി രൂപയുടെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു? നിങ്ങളല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്? നിങ്ങളല്ലേ കെട്ടിടപ്പാളിയും മറ്റേ ദ്വാരപാലക ശില്പങ്ങളും എല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ സുഭാഷ് കപൂറിനെ കുറിച്ച് ഞങ്ങളുടെ പറഞ്ഞു തന്നത്? ഇതിനൊരു അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയായിട്ട് ഇതിനോട് ബന്ധമുണ്ടെന്നും അത് സുഭാഷ് കപൂറാണെന്നും അത് അന്വേഷിക്കണമെന്നും ബഹുമാനപ്പെട്ട രാജാ വിജയരാഘവനും KV ജയകുമാറും അല്ലേ ഞങ്ങളോട് പറഞ്ഞു തന്നത്? അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഇതൊരു ലാർജർ കോൺസ്പിറസിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളല്ലേ 9 ഗൂഢാലോചനയുണ്ട് അന്വേഷിക്കണം എന്ന് SITയോട് പറഞ്ഞു എന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ സെപ്റ്റംബർ 25-ന് പിന്നെ നടന്ന പ്രശാന്തിൻ്റെ കാലത്തെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്? SIT അന്വേഷിക്കണം എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? ഇതുപോലെ SIT അന്വേഷിച്ചോ? SIT ഒന്നും അന്വേഷിച്ചില്ലല്ലോ. എന്നിട്ട് ഇപ്പോഴും SIT നിങ്ങൾക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്കും കൾപ്പബിലിറ്റി ഉണ്ട് അതിനകത്ത്, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതിനകത്ത്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിശ്വാസം മുഴുവൻ ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുകയാണ്
അതുകൊണ്ട് ഇത് വലിയ തോതിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കോടതികളിലുള്ള ജനങ്ങളുടെ വിശ്വാസം പോലും നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കോടതികളിലുള്ള വിശ്വാസം മുഴുവൻ തകരുകയാണ് നിങ്ങളുടെ ഈ പണി കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദേവസ്വം ബെഞ്ചിലെ ന്യായാധിപന്മാരായിട്ടുള്ള രാജാ വിജയരാഘവനും KV ജയകുമാറിനും ഈ ഉണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ കാരണങ്ങൾ ജനങ്ങളോടും ഹിന്ദു മതവിശ്വാസികളോടും വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയാൽ അവർ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിന് അവർ വഴങ്ങി എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടി വരും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പത്രം കണ്ടപ്പോൾ എനിക്ക് പരമ പുച്ഛമാണ് ഈ ദേവസ്വം ബെഞ്ചിനോട് എനിക്ക് തോന്നിയത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷമാണ് രാജാ വിജയരാഘവൻ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തവനാണ് ഞാൻ. ഒരു ഘട്ടത്തിൽ ആ രാജാ വിജയരാഘവൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് പുച്ഛവും പരിഹാസവുമാണ് എനിക്ക് തോന്നിയത്. പറയുകയാണ് ഞങ്ങൾക്ക് SIT-യിൽ വിശ്വാസം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്താണ് അതിൻ്റെ കാരണം? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എൻ്റെ തൊണ്ട വെറുതെ കളയാൻ ഞാനത് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഭരണകൂടത്തിൻ്റെ കോടാലിക്കൈയാണോ എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്നാണ് ഇതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ദേവസ്വം ബെഞ്ചിനോട് സൂചിപ്പിക്കാൻ. ഈ കേസിൻ്റെ ആദ്യ സമയത്ത് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പലരും വിചാരിച്ചിരുന്നത് ഒരു കാരണവശാലും ഇതിലെ പ്രതികൾ വെളിച്ചത്ത് വരില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. കാരണം ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. അവരുടെ ഒരു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആരെയൊക്കെ ഭീഷണിപ്പെടുത്തിയും ആരെയൊക്കെ വിലക്കെടുത്തും CPM അതിനുവേണ്ടി തയ്യാറാകും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ തയ്യാറാകും എന്നുള്ള കാര്യം എനിക്ക് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സത്യം പറയാമല്ലോ, നിയമപരിജ്ഞാനമില്ല. ഇത് കോടതി അലക്ഷ്യമാണോ എന്നറിയില്ല. പക്ഷേ കഴിക്കുന്നത് അരിയാഹാരമാണ്. അതിൻ്റെ ഒരു ബുദ്ധി വെച്ച് പറയുകയാണ്, കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയോ പാവപ്പെട്ടവരെ ചെറിയ ചെറിയ പിഴവുകളുടെ പേരിൽ പിടിച്ച് ജയിലിലിടുന്നു. പക്ഷേ സമ്പത്തും സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉള്ളവർക്കൊരു പ്രശ്നവുമില്ല. കോടതിയുടെ ഈ ഒരു വിധി ഇന്നത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പത്രം കണ്ടപ്പോൾ നിരാശയാണ് തോന്നിയത്. നിയമവ്യവസ്ഥയോട് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ. സാധാരണക്കാരുടെ വികാരം അതാണ്. എന്തായാലും ഈ കോടതിയുടെ ഈ പരാമർശം, അതായത് ഇപ്പോഴും കളങ്കരഹിതരാണ് SIT എന്ന കോടതിയുടെ ഈ പരാമർശം കോടതിയുടെ നേർക്ക് സംശയമുന നീളാൻ മാത്രമേ ഉപകരിക്കൂ. കേരളത്തിലെ പൊതുസമൂഹം സംശയദൃഷ്ടിയോട് കൂടി തന്നെയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കാണുന്നത്. എന്തായാലും നീതി ഈ വിഷയത്തിലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.